എന്തൊരു നിമിഷമായിരുന്നത്. കാറിൽ വന്നിറങ്ങിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഹീർ ഖാന് നേരെ ഹോട്ടൽ ലോബിയിൽ കാത്തുനിന്നവർക്കിടയിൽ നിന്നൊരു പ്ലക്കാർഡ് ഉയർന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: സഹീർ, ഐ ലവ് യു. നടന്നു നീങ്ങിയ സഹീർ ഖാൻ തിരിഞ്ഞു നിന്നു. അയാളുടെ കണ്ണുകൾ അമ്പരപ്പോടെ വികസിച്ചു. ആ പെൺകുട്ടി നാണത്തോടെ ചിരിതൂകി. ഓർമ്മകൾ 20 വർഷം പിന്നിലേക്കോടി. വർഷം 2005. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ടെസ്റ്റിൽ ഏറ്റുമുട്ടുന്നു. ഗ്യാലറിയിലെ ആയിരക്കണക്കിന് കാണികൾക്കിടയിൽ നിന്നും അന്ന് ആദ്യമായി ആ പേപ്പർ കഷ്ണം ഉയർന്നു. അതിൽ സഹീർ, ഐ ലവ് യു. ക്യാമറ കണ്ണുകൾ അവിടേക്ക് തിരിഞ്ഞു. മുഖത്ത് ത്രിവർണം കൊണ്ട് ചായം തേച്ചൊരു പെൺകുട്ടി ആ കുറിപ്പുമായി നാണത്താൽ ചിരിതൂകി. ക്യാമറകൾ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിഞ്ഞു. അവിടെ സഹീർ ഖാനെ സഹതാരങ്ങൾ കളിയാക്കി. അയാളുടെ മുഖവും നാണത്താൽ മുങ്ങിയിരുന്നു. ധൈര്യം സംഭരിച്ചയാൾ ഒരു പറക്കും മുത്തം ഗ്യാലറിയിലേക്ക് അയച്ചു. സ്റ്റേഡിയം ഒരു സിക്സറിനോടെന്ന വണ്ണം ആർത്തലച്ചു. ആ മത്സരം അവിടെ കഴിഞ്ഞു. ഇപ്പോഴും മത്സരത്തിന്റെ ഹൈലൈറ്റുകളിൽ ആ ദൃശ്യം വെട്ടിമാറ്റപ്പെടാതെ ഉൾപ്പെടുത്തപ്പെട്ടു. ക്രിക്കറ്റ് ഭ്രാന്തന്മാർ മാത്രം അത് വീണ്ടും വീണ്ടും കണ്ടു. സഹീർ ഖാൻ പോലും അത് മറന്നു. അയാൾ പിന്നീടെപ്പോഴോ വിവാഹിതനായി. 20 വർഷങ്ങൾക്കിപ്പുറം IPL-ന് ലക്നൌ സൂപ്പർ ജയൻസ് ക്യാമ്പിലേക്ക് എത്തിയതായിരുന്നു സഹീർ ഖാൻ. അവിടെയാണ് വീണ്ടും ആ പ്രണയ പതാക പാറിയത്. അമ്പരപ്പിച്ച കാര്യം, 20 വർഷം മുമ്പ് സ്റ്റേഡിയത്തിൽ സഹീറിനോട് പ്രണയം തുറന്നു പറഞ്ഞ അതേ പെൺകുട്ടി തന്നെയായിരുന്നു അവൾ എന്നതാണ്. അവളയാളെ തീവ്രമായി പ്രണയിച്ചിരുന്നു.